السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ബഹുമാനരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിയാറുകളായി ജീവിക്കാനും അങ്ങനെ സർവാനന്ദങ്ങളുടെയും പർദീസയാകുന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നമുക്കും ബന്ധുമിത്രാദികൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. കേരളീയ സമൂഹം വൈജ്ഞാനികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ്, നമുക്കതറിയാം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിരന്തരമായി പല കാര്യങ്ങളെയും കുറിച്ചുള്ള ചർച്ചകളുണ്ടാകും. അത് മാറി മാറി വന്നുകൊണ്ടിരിക്കും. കേരളീയർക്ക് ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള നല്ല ബോധവും വിജ്ഞാനവും അതേക്കുറിച്ച് കൃത്യമായി തീരുമാനമെടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇത്തരം ചർച്ചകൾ വഴിവെക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് വിദ്യാർത്ഥികൾക്ക് സന്തോഷവും ആരോഗ്യവും പ്രദാനം ചെയ്യാനും അപ്രകാരം വിദ്യാർത്ഥികളിലും യുവത്വത്തിലും യുവാക്കളിലും വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നുകളോടുള്ള ആസക്തിയെ ഇല്ലാതെയാക്കാനും വേണ്ടി എന്ന പ്രചാരണത്തോടുകൂടെ നമ്മുടെ വിദ്യാലയങ്ങളിൽ, പൊതുവിദ്യാലയങ്ങളിൽ ഒരു പ്രത്യേകമായ ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായുള്ള സൂംബ എന്ന നൃത്തം നിർബന്ധമായി എല്ലാ സ്കൂളുകളിലും നിർവഹിക്കണം എന്ന രീതിയിൽ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുകയാണ്. അത് സംബന്ധമായാണ് ഇപ്പോഴുള്ള ചർച്ചകൾ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഈ നൃത്തം എന്നും എന്തുകൊണ്ടാണ് അതിനെ അനുകൂലിക്കേണ്ടത് എന്നും ചില ആളുകളൊക്കെ അതിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നും ഒക്കെ നമ്മുടെ കേരളീയർക്ക് പഠിക്കാനായി അവർ അതേക്കുറിച്ച് നല്ല ബോധമുള്ളവരായി തീർന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കയോടുകൂടെ കാണേണ്ട ഒരു പ്രത്യേകമായ കാര്യം, കേരളത്തിൽ ഏത് ചർച്ചകളും വർഗീയതകളിലേക്ക് എത്തിച്ചേർന്നു എന്നതാണ്. വളരെ മനോഹരമായി ജീവിച്ച് ശീലിച്ച ഒരു സമൂഹമാണ് നമ്മൾ. ഐക്യത്തോടെയും സ്നേഹത്തോടും കൂടെയാണ് നമ്മൾ ഈ കേരളത്തെ കെട്ടിപ്പടുത്തത്. സ്വാതന്ത്ര്യ സമരം മുതൽ അതിൻ്റെ മുന്നേയും ശേഷവുമൊക്കെ ഈ ഒരു സൗഹാർദ്ദവും ഐക്യവും സഹകരണവും സമഭാവനയും നമുക്ക് ഈ സമൂഹങ്ങളിൽ കാണാൻ കഴിയുമായിരുന്നു. തീരെ അന്യം നിന്നു എന്നല്ല ഞാൻ പറയുന്നത്, അതിന് മാരകമായ മുറിവേറ്റുകൊണ്ടിരിക്കുന്ന പുതിയ സാഹചര്യത്തിൽ എന്നത് കേരളത്തെയും ഇന്ത്യയെയും ജനാധിപത്യത്തെയും ജനങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നവർ കരുതലോടുകൂടെ കാണേണ്ടതാണ്. സൂംബ നൃത്തവും അത് സംബന്ധമായുള്ള പ്രശ്നങ്ങളും ഗുണങ്ങളും ഒക്കെ ചർച്ച ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം ഏത് വിവാദവും വർഗീയവൽക്കരിക്കപ്പെടുന്നതും അത് കേരളത്തിൻ്റെ നിർമ്മിതിയിൽ വലിയ സംഭാവന നൽകിയ മുസ്ലിം സമൂഹത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതുമായി തീരുന്നു എന്ന വളരെ ഗുരുതരമായ കാര്യത്തിനാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കൂടുതലായി ശ്രദ്ധ കൊടുക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടതാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ട് സൂംബ നൃത്തം? ഗവൺമെന്റ് അതിൻ്റെ ന്യായം പറയുന്നുണ്ട്. മദ്യത്തിൻ്റെ ശക്തമായ അഡിക്റ്റുകളാണ് പല വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും. അത് വ്യാപിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. ലഹരി കേരളത്തിൻ്റെ ഒരു തീരാശാപമായി മാറിയിരിക്കുന്നു. ഏത് പുതിയ ലഹരിയും കേരളത്തിൽ സുലഭമായി ലഭിക്കും എന്ന രീതിയിൽ കേരളം ഈ മയക്കുമരുന്നുകളുടെ ഹബ്ബായി തീരുകയാണ്. അതിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനാണ് എന്ന രീതിയിൽ ഗവൺമെൻറ് ഒരു സംവിധാനം കൊണ്ടുവരുമ്പോൾ ഈ പൊതുബോധത്തോട് ചേർന്ന് നിൽക്കലല്ലേ നല്ലത്? ഈ മുസ്ലിം സൊസൈറ്റി എല്ലാത്തിനെയും എതിർക്കുന്ന, വളരെ പെട്ടെന്ന് 6-ാം നൂറ്റാണ്ടിലേക്ക് അവരെ ബസ് കയറ്റുന്ന, അങ്ങനെയാണ് വളരെ പെട്ടെന്ന് 6-ാം നൂറ്റാണ്ടിലേക്കാണ് കയറ്റിവിടും. അവിടെ നിന്ന് ഇതുവരെയും രക്ഷപ്പെടാൻ കഴിയാത്ത, വാഹനം കിട്ടാതെ അവിടെ തിരിഞ്ഞു കളിക്കുന്ന ഒരു സമൂഹമല്ലേ
അല്ലെങ്കിൽ ഈ പുരോഗതിയൊക്കെ എന്തിനാണ് വെറുതെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിൽ കൊഴുത്ത ചർച്ചകളാണ് ചാനലുകളിലും മറ്റുള്ള എല്ലാ സോഷ്യൽ മീഡിയ ഇടങ്ങളിലും. എന്തുകൊണ്ടാണ് ഇസ്ലാം അല്ലെങ്കിൽ വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസികളുടെ സംഘടനാ നേതാക്കൾ ഇത്തരം ഒരു സംരംഭവുമായി ഗവൺമെന്റ് വരുമ്പോൾ അതിനെ അവധാനതാപൂർവം കൈകാര്യം ചെയ്യണമെന്ന് ഉപദേശിക്കുന്നത്? അങ്ങനെ ഒരു കാര്യം ഉപദേശിക്കുമ്പോഴേക്ക് ഈ നാട് മതരാഷ്ട്രമായി എന്ന രീതിയിലേക്ക് പ്രചാരണം നടത്തുന്നതിൻ്റെ സാങ്കത്യം എത്രയുണ്ട്? നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ടതല്ലേ. ഭരണം നടത്തുന്ന ഗവൺമെന്റിന്റെ യുവജന വിഭാഗമാവുന്ന DYFIക്കാർ ഒരു പ്രസ്താവന ഇറക്കിയത് കേരളം മതരാഷ്ട്രവാദമല്ല, മതരാഷ്ട്രമല്ല. DYFIക്കാരുടെ പ്രഖ്യാപനം കേരളം മതരാഷ്ട്രമല്ല, അതുകൊണ്ട് ഗവൺമെന്റ് വിചാരിക്കുന്ന രീതിയിൽ അത് നടപ്പിലാക്കണം എന്നാണ്. ഇതൊരു ജനാധിപത്യത്തിന്റെ ശൈലിയാണ്. ഏതെങ്കിലും ഒരു വിഭാഗം ഗവൺമെന്റിന്റെയോ മറ്റോ തീരുമാനങ്ങളിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചാൽ, അതിനെതിരെ വല്ല വിമർശനവും ഉന്നയിച്ചാൽ, അപ്പോഴേക്ക് ആ ഉന്നയിക്കുന്ന ആളുകളുടെ മതത്തിലേക്ക് ചേർത്തി പറയാനും അവർ 6-ാം നൂറ്റാണ്ടിലേക്ക് വണ്ടി കയറ്റാനും അവർ കേരളത്തെ എന്തോ ഒരു മതരാഷ്ട്രമാക്കാൻ പോവുകയാണെന്നുള്ള രീതിയിൽ വളരെ മാരകമായ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കാനൊക്കെ എങ്ങനെയാണ് പൊതു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് തന്നെ സാധിക്കുന്നത്? ഒരു ഗവൺമെന്റ് പറയുന്ന എല്ലാ കാര്യത്തെയും പ്രതിപക്ഷം അംഗീകരിക്കും? നമുക്ക് ആലോചിക്കാമല്ലോ. വളരെ ലളിതമായി അതിന്റെ ലോജിക്ക് നമുക്ക് തിരിച്ചറിയാം. ഒരു ഗവൺമെന്റ് കൊണ്ടുവരുന്ന എല്ലാ നിയമങ്ങളെയും പ്രതിപക്ഷം അംഗീകരിക്കുമോ? നമ്മൾ അനുഭവത്തിലില്ല. പ്രതിപക്ഷം പിന്നീട് ഭരണപക്ഷത്തിലേക്ക് വരുമ്പോൾ ഇതേ എതിർപ്പ് പ്രകടിപ്പിച്ച നിയമങ്ങളെ അവർ ആവേശത്തോടുകൂടെ നടപ്പിലാക്കുന്ന ഈ വൈരുദ്ധ്യവും നമ്മൾ കാണുന്നുണ്ട്, വികസനത്തിൻ്റെയും മറ്റും പേര്. നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി, ഒരു ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഏതെങ്കിലും ഒരു അഭിപ്രായത്തെ അല്ലെങ്കിൽ ഒരു നിയമത്തെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടപടിക്രമത്തെ പ്രതിപക്ഷമോ മറ്റോ എതിർക്കുമ്പോഴേക്ക് അത് അവരുടെ ആദർശത്തിലേക്ക് ചേർത്തി സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന രീതിയിൽ ഔദ്യോഗിക രാഷ്ട്രീയ പാർട്ടിക്കാർ തന്നെയും പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിൻ്റെ ദൂരവ്യാപകമായ ഫലം എത്രയായിരിക്കും? ഇപ്പോ കേരളത്തിൽ 2 മുന്നണിയാണ് ഇങ്ങനെ ഭരണം നടത്തുന്നത്. UDF മുന്നണി ഭരണം നടത്തുന്ന സമയത്ത് അവർ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു തീരുമാനത്തെ എതിർക്കാൻ മറുപക്ഷമാകുന്ന LDF മുന്നണി തയ്യാറാകുമ്പോൾ ഇത് മാവോ സെതൂങ്ങിന്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമല്ല, അതുകൊണ്ട് നടപ്പിലാക്കണം എന്ന് ആരെങ്കിലും പറയുന്നതിന്റെ ഔചിത്യം എത്ര ഉണ്ടാവും? ഇത് റഷ്യ വിപ്ലവം നടന്ന USSR അല്ല, അതുകൊണ്ട് ഗവൺമെന്റ് അവർ ഇഷ്ടപ്പെട്ടതുപോലെ പ്രവർത്തിക്കണം എന്ന് ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന ഏതെങ്കിലും യുവജന സംഘടന പറയുമ്പോൾ എങ്ങനെ ഉണ്ടാകും? അഭിപ്രായങ്ങളും അഭിപ്രായ ഭേദങ്ങളും ഒരുപോലെ പ്രസക്തമാണ്. ജനാധിപത്യത്തിന്റെ തന്നെ മനോഹാരിത അതാണ്. ഏതെങ്കിലും ഒരു രാജാവ് തീരുമാനിക്കുന്നു, അത് നടപ്പിലാക്കുന്നു. ഇതല്ല ജനാധിപത്യം. നേരെ മറിച്ച് ചർച്ചകൾ ഉണ്ടാവണം. അതിനാണ് നിയമസഭ, അതിനാണ് പാർലമെന്റ്. ഈ ചർച്ചകളിൽ നിന്ന് നന്മയും തിന്മയും മനസ്സിലാക്കി സമൂഹത്തിന് ഏതാണ് ഉപകാരപ്പെടുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം. എന്നിട്ട് 2 ടീമിന്റെയും സമ്മതത്തോടെയോ അല്ലെങ്കിൽ എതിർപ്പോടെയോ കൂടെ നിയമം പാസ്സാക്കണം. അങ്ങനെ ഒരു നിയമം പാസ്സാക്കുമ്പോഴേക്ക് അത് ഒരു വിഭാഗത്തിന് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും എതിർക്കാനും എതിർത്ത് തോൽപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭാരതത്തിലുണ്ട്. ഭരണഘടന അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. മതപരമായ വിഷയങ്ങൾക്ക് വേണ്ടി പൊതുവായ കാര്യങ്ങളെ മാറ്റിവെക്കുന്ന നിരവധിയായ അവസരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ തീരുമാനങ്ങളെ എതിർക്കാനും തിരുത്താനും ഇഷ്ടമല്ലെങ്കിൽ ആ അനിഷ്ടം പ്രകടിപ്പിക്കാനും നമ്മുടെ നാട്ടിൽ സംവിധാനമുണ്ട്. അത് മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെയും പൊതു നിയമങ്ങളെ മാറ്റിയ കോടതി വിധികളുമുണ്ട്. 1956 ഓഗസ്റ്റ് 11 സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു. നമ്മുടെ കേരളത്തിൽ നടന്ന ഒരു പ്രശ്നമായിരുന്നു. യഹോവ സാക്ഷികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ക്രൈസ്തവ വിഭാഗത്തിലെ 3 കുട്ടികൾ ജനഗണമന എന്ന നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ അത് ഏറ്റുചൊല്ലൂലായിരുന്നു. ആ സ്കൂളിൽ അതിൻ്റെ മുന്നേ പഠിച്ച ഈ കുട്ടികളുടെ സഹോദരന്മാരും അത് ചൊല്ലിയിട്ടില്ലായിരുന്നു. പക്ഷെ അന്നൊരു പ്രിൻസിപ്പാൾ അതൊരു പ്രശ്നമാക്കി. അദ്ദേഹം അവരോടത് ചൊല്ലണമെന്ന് നിർബന്ധം പറഞ്ഞു. യഹോവ സാക്ഷികൾ നമുക്കറിയാം, ക്രിസ്ത്യാനികളിലെ
കാത്തോലിക്കരോ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകാരോ മറ്റു വിഭാഗങ്ങളോ ഒന്നും വെച്ച് പുലർത്തുന്നതല്ലാത്ത മറ്റ് ചില വിശ്വാസങ്ങളുമായി ജീവിക്കുന്നവരാണ്. അവർക്ക് യേശു ദൈവമല്ല, ദൈവത്തിൻ്റെ ഭാഗമല്ല. യഹോവ എന്ന് പറയുന്ന പഴയ നിയമത്തിൽ പറയുന്ന ദൈവത്തെ മാത്രമേ അവർ അംഗീകരിക്കൂ. ആ ദൈവത്തെ മാത്രമേ പുകഴ്ത്തൂ എന്നതുകൂടെ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ജനഗണമന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭാരതത്തെ പുകഴ്ത്തുന്നതും അതിൻ്റെ പല വരികളും ആദർശങ്ങളും ഞങ്ങളുടെ വിശ്വാസവുമായി യോജിച്ചു പോകില്ല എന്ന് അവർ വാശി പിടിച്ചു. അങ്ങനെ കേരള ഹൈക്കോടതിയിലേക്ക് ആ കേസെത്തി. കേരള ഹൈക്കോടതി ആ കുട്ടികളോട് നിർബന്ധമായും ചെല്ലണമെന്ന് വിധി നടത്തി. ആ കേസ് സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴാണ് ഞാനീ പറഞ്ഞ ആഗസ്റ്റ് 11 സുപ്രീം കോടതി കേരള ഹൈക്കോടതിയെ തിരുത്തിയത്. കേരള ഹൈക്കോടതിയുടെ വിധി പക്വമായില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വിശ്വാസത്തെ സംരക്ഷിക്കാനും ദേശീയതയെയും ദേശീയ ചിഹ്നങ്ങളെയും അവമതിക്കാത്ത വിധത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്നാണ് അന്ന് സുപ്രീം കോടതി വിധിച്ചത്. അപ്പോഴേക്ക് ക്രൈസ്തവ സമൂഹത്തെ മൊത്തം നമ്മൾ ക്രൈസ്തവ മതരാഷ്ട്രം സൃഷ്ടിക്കുന്നവരായിട്ട് തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ പ്രചാരണം നടത്തി അവരെ മൂലക്കിരുത്തിയോ? ഇല്ല. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. എതിർക്കാനും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും അത് വിശാലമായ സ്വാതന്ത്ര്യം നൽകുന്നു. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ തികച്ചും വ്യത്യസ്തമായി വരിക. ഗവൺമെന്റിനെ എതിർത്താൽ ശക്തമായ നടപടിക്രമങ്ങൾ നേരിടേണ്ടി വരും. ഭരണാധികാരികളെ എതിർത്താൽ ശക്തമായ രീതിയിൽ ശിക്ഷാവിധികൾ ഏറ്റെടുക്കേണ്ടി വരും. ഇത് ജനാധിപത്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. സൂംബ ഡാൻസിനെ കുറിച്ചോ അതിൻ്റെ നൈതികതയെക്കുറിച്ചോ ഞാനിതുവരെ സംസാരിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അത് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ അതോടുകൂടി അവരെ വർഗീയവൽക്കരിക്കുന്ന പൊതുബോധത്തെ തിരുത്തിയേ പറ്റൂ. കാരണം ഇന്ത്യ ഇനിയും നിലനിൽക്കണം, നമുക്കിനിയും ജീവിക്കണം. ഇതുവരെയും കണ്ട മനോഹാരിത തന്നെയും നിലനിൽക്കുക തന്നെ വേണം. മമ്പ്രത്ത തങ്ങളെയും ഒപ്പമുള്ള അമുസ്ലിങ്ങളാകുന്ന സഹോദരന്മാരെയും കുറിച്ചുള്ള ചരിത്രം നമ്മൾ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. ഞാൻ വരുന്നത് പുഴക്കാട്ടിരിയിൽ നിന്നാണ്, എൻ്റെ നാട്. അത് പറയുന്നൊരു പുസ്തകമുണ്ട് കേരളത്തിൽ, പുഴക്കാട്ടിരി അംശം പുഴക്കാട്ടിരി ദേശം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പുസ്തകം. MP നാരായണ മേനോനും സഹപ്രവർത്തകരും. ആ പുസ്തകത്തിൻ്റെ പേരതാണ്. മലബാർ സമരകാലത്ത് മലബാർ മേഖലയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത പാവപ്പെട്ട മുസ്ലിം മാപ്പിളമാർക്ക് വേണ്ടി ശബ്ദിച്ച ബ്രാഹ്മണനായ വിദ്യാസമ്പന്നനായ MP നാരായണ മേനോനെ കുറിച്ചുള്ള പുസ്തകമാണത്. അദ്ദേഹം മലബാർ സമരക്കാരോടൊപ്പം തന്നെ നിന്നു. അവർക്ക് വേണ്ടി പലതും ത്യജിച്ചു, സഹിച്ചു. വിദ്യാഭ്യാസപരമായി വലിയ ഉഷാറില്ലാത്ത അന്നത്തെ പൊതു മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്തത് അദ്ദേഹമാണ്. മദ്രാസിലെ അന്നത്തെ ഭരണാധികാരികൾക്ക് നിരന്തരമായി കത്തെഴുതിക്കൊണ്ട് മുസ്ലിങ്ങളുടെ ആവശ്യങ്ങളെ അവരെ ഓർമ്മപ്പെടുത്തിയത് MP നാരായണ മേനോനായിരുന്നു. ഈ സൗഹൃദം പറയാൻ വിചാരിച്ചാൽ നമുക്ക് ദിവസങ്ങൾ വേണ്ടി വരും. അതിൽ നിന്ന് മാറി മുസ്ലിം സമൂഹം എന്തു പറയുന്നോ അതിനെ തന്നെ ഫോക്കസ് ചെയ്ത് എല്ലാ അർത്ഥത്തിലും വിമർശിച്ച് തോൽപ്പിച്ച് മൂലക്കിരുത്തുന്നൊരു ശൈലി ഇന്ന് കണ്ടുവരുന്നുണ്ട്. അത് നമ്മുടെ നാടിന് നല്ലതല്ല. അത് പ്രാധാന്യത്തോടു കൂടെ നമ്മൾ സൂചിപ്പിക്കേണ്ടതാണ്, നമ്മളത് മനസ്സിലാക്കേണ്ടതുമാണ്. എന്തുകൊണ്ട് കുറേ വിഭാഗം മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകൾ ഈ സൂംബ ഡാൻസിനെ എതിർത്തു? ഇതിന് സാംസ്കാരികമായ ചില അടിസ്ഥാനങ്ങളുണ്ട്. ലാറ്റിൻ അമേരിക്കൻ രാജ്യമാകുന്ന അർജന്റീനയിലാണ് ഇത് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി വെള്ളത്തൂവാലകൾ ഇങ്ങനെ ചുരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മിന്നിയിട്ട് ഈ സംഭവം തുടങ്ങുന്നത്. അത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും പ്രത്യേക രീതിയിൽ ചലിപ്പിച്ചിട്ടുള്ള ഒരു ഡാൻസാണ്, വിനോദമാണ്. അതോടൊപ്പം അതൊരു ഫിസിക്കൽ ഗുണം കിട്ടുന്ന എക്സസൈസുമാണ്. ഇതങ്ങനെയൊന്നും പ്രസിദ്ധമല്ലാതെ ഈ അർജന്റീനയുടെയും ലാറ്റിൻ അമേരിക്കയുടെയും സ്വന്തം കലാരൂപമായി ഇങ്ങനെ കഴിയുന്നതിനിടയിലാണ് കൊളംബിയൻ ഡാൻസറും ഡാൻസ് സംവിധായകനുമാകുന്ന ആൽബർട്ടോ ബെറ്റോ പെരസ് എന്ന ഒരു മനുഷ്യൻ 90കളിൽ ഇന്ന് കാണുന്ന രൂപത്തിൽ ഈ നൃത്തത്തെ വികസിപ്പിച്ചത്. ശരിക്കും അത് അദ്ദേഹം നൃത്തം കളിക്കുന്നതിനിടയിൽ വീണുപോയി എന്നാണ്. ആ വീണുപോയപ്പോൾ അദ്ദേഹം അതൊരു കലാരൂപമാക്കി ഇങ്ങനെ പറച്ച് കളി തുടങ്ങി എന്നുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. അല്ലാഹു ആലം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇടപെടലോടുകൂടെയാണ് ഇത് ലോകത്താകെ വികസിച്ചു വരുന്നത്. പിന്നെ സംഗീതവും നൃത്തവും വ്യായാമവും ഒന്നിച്ച് ചേർന്നുള്ളൊരു പ്രത്യേക സംവിധാനമായതുകൊണ്ട് പല ആളുകൾക്കും അത് വലിയ താല്പര്യം തോന്നി. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ അത് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് ശക്തമായ പാട്ട് വേണം, പാട്ടിനൊത്തുവാണം തുള്ളാൻ.
ഈ പാട്ട് മ്യൂസിക് ആവണം. അത് ധാർമ്മികമായി എന്തെങ്കിലും മൂല്യമുള്ളതായിരിക്കില്ല. ഇത്തരം കുറേ കാര്യങ്ങൾ വെച്ച് ശരീരത്തെ പ്രത്യേക രീതിയിൽ, ശരീരത്തിൻ്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളെയും ഇളക്കി കാണിക്കുന്ന, ഇളക്കി ചെയ്യുന്ന ഒരു പ്രത്യേകമായ എക്സസൈസാണിത്. പണ്ട് മുതൽ ഫിസിക്കൽ ട്രെയിനിങ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ട്. PT എന്നാണ് ആ പീരീഡിന് പറയുന്നത്. അസംബന്ധമായി അധ്യാപകരുണ്ട് പഠിപ്പിക്കാൻ വേണ്ടി. PT അധ്യാപകരുടെ വലിയ ഒഴിവ് നമ്മുടെ കേരളത്തിലെ സ്കൂളുകളിൽ ഉണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ഇവരുടെ ഒഴിവൊക്കെ നികത്തി കുട്ടികൾക്ക് ആരോഗ്യപരമായ ശീലങ്ങൾ പഠിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അതിനപ്പുറം ഈ കുട്ടികളെ പ്രത്യേകമായ സാംസ്കാരികമായ ഉള്ളടക്കങ്ങളുള്ള ഒരു നൃത്തരൂപത്തിന് എല്ലാവരും നിർബന്ധമായും അത് അനുഷ്ഠിച്ചിരിക്കണമെന്ന് ഗവൺമെന്റ് അങ്ങനെ വിധിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. ആവശ്യമുള്ളവർക്ക് കളിക്കാം, ആവശ്യമില്ലാത്തവർക്ക് മാറി നിൽക്കാം. അതും ഒരു വിവേചനം. പൊതുവിദ്യാലയങ്ങളിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കണം നടപ്പിലാക്കേണ്ടത്. ഒരു വിഭാഗം മാറി നിൽക്കുന്നു, അവരെ ഒറ്റപ്പെടുത്തപ്പെടുന്നു, മറ്റൊരു വിഭാഗം ഇതിൻ്റെ ആളുകളായി തീരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ, കേരളത്തിലെ മൊത്തം വിദ്യാർത്ഥികൾ സൂംബക്കാരും സൂംബവിരോധികളുമായിട്ട് മാറ്റപ്പെടുന്നു. അതൊന്നും ഈ ചെറിയ പ്രായത്തിൽ കുട്ടികളെ അவ்விധത്തിലെങ്കിലും വിവേചനം കാണിക്കേണ്ടതല്ലേ അല്ല. എന്തുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ ഇതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്? കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഇത്തരം ഒരു സംഭവം സ്കൂളുകളിൽ നടപ്പിലാക്കുമ്പോൾ വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് സംഭവിച്ചതേയില്ല. വ്യാപകമായ രീതിയിൽ ചർച്ച നടന്നാൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏതാണ് കൂടുതൽ ഗുണപ്രദം എന്ന് ആലോചിക്കാൻ പറ്റും. അതുണ്ടായിട്ടില്ല. ഒരൊറ്റ വിജ്ഞാപനത്തിലൂടെ ഈ സംഭവം നടപ്പിലാക്കുന്നു എന്ന ഒരു തീരുമാനമാണ് ഉണ്ടായത്. രണ്ടാമതായി നമ്മൾ ആലോചിച്ചു നോക്കിയാൽ അധ്യാപകർ ബഹുമാനിതരാണെന്നും വിദ്യാർത്ഥികൾ അവരെ അനുകരിക്കുന്നവരും അവരെ അംഗീകരിക്കുന്നവരും ആദരിക്കുന്നവരുമാണെന്നാണ് ഇന്ത്യ, ഭാരതം ഇതുവരെയും ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത ഒരു ഗുരുശിഷ്യ മാതൃക. അതാണ് പഠനം മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ലത്. വിദ്യാർത്ഥികളും അധ്യാപകരും ഒരേ തലത്തിൽ ഒരേ രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ആദരവ്, ബഹുമാനം വിദ്യാർത്ഥിയുടെയും അധ്യാപകന്റെയും ഇടയിലുള്ള പ്രത്യേകമായ ചില ബന്ധങ്ങൾക്കൊക്കെ അത് വിഘാതം സൃഷ്ടിക്കും. അധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നിച്ചു ചേർന്ന് അവരുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇളക്കി കുലുക്കിക്കൊണ്ട് ചാടിക്കളിക്കുമ്പോൾ സ്വാഭാവികമായും ഗുരുശിഷ്യ ബന്ധം എന്ന രീതിയിൽ നിന്ന് മാറുകയും അതുകൊണ്ട് ഇതുവരെയും നമ്മൾ അനുഭവിച്ച് പരീക്ഷിച്ച് തെളിഞ്ഞ് നമ്മളൊക്കെ പലപ്പോഴും കണ്ടറിഞ്ഞ ആ ഒരു വലിയ ഗുണം ഇല്ലാതെയാകുകയും ചെയ്യും. രാവിലെ വന്നിട്ടാണ് ഈ ഡാൻസ് കളിക്കേണ്ടത്. രാവിലെ വന്ന് 10 മിനിറ്റോ 15 മിനിറ്റോ ഈ ഡാൻസ് തുള്ളിക്കളിച്ച് ചെയ്യുന്ന വിദ്യാർത്ഥി സ്വാഭാവികമായും വിയർത്തു കുളിക്കും. പ്രത്യേകിച്ച് നമ്മുടെ കേരള സാഹചര്യത്തിൽ പല സ്കൂളുകളിലും അത്യാവശ്യത്തിന് ഫാനുകൾ പോലും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ വിയർത്തു കുളിച്ച കുട്ടി അങ്ങനെ ഒന്ന് ക്ലാസ്സിലിരിക്കുന്നു, വൈകുന്നേരം വരെയും അസ്വസ്ഥനായി പോകുന്നു. നമ്മൾ കുളിപ്പിച്ചാണ് കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്. എന്തിന്? രാത്രി ഉറങ്ങിയതിൻ്റെ കുഴപ്പം മാറാൻ. അവരുടെ ശരീരം പല രീതിയിൽ വേർത്തും മറ്റും ഈ ശോചനീയമായിട്ടുണ്ടാവും. അതില്ലാതെയാവാൻ, നല്ല ഫ്രഷ് ശരീരത്തോടും മൈൻഡോടും കൂടെ ക്ലാസ്സിനെ സമീപിക്കാൻ. ഇത് അസാധ്യമായി തീരുന്നു. ഒരു ബെഞ്ചിൽ 6-7 കുട്ടികളിരിക്കും. ഇവരെല്ലാവരും സൂംബയും കളിച്ചിട്ട് വേർത്തു കുതിർന്നു വരും. എന്നിട്ട് അവർ ചേർന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ ഫംഗസ് സംബന്ധിയായ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഏകദേശം ഉച്ചവരെയും ഇതിൻ്റെ അസഹ്യതയുണ്ടാകും. അതിനുശേഷം സ്വാഭാവികമായും വയർത്ത് ആ നനഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലുണ്ടാകുന്ന മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത വിധം പല ആളുകളും പല രീതിയിലുള്ള സ്മെല്ല് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും, പുറത്തിറത്തിക്കൊണ്ടിരിക്കും. അത് എല്ലാവരും ഒരുപോലെ സഹിച്ചുകൊണ്ട് ഏകദേശം ഉച്ചവരെയും അതിന് ശേഷം വരെയുമുള്ള പീരീഡുകളിൽ അസ്വസ്ഥരായിരിക്കും ഈ കുട്ടികൾ. നമ്മൾ ആലോചിച്ച് നോക്കുക, അവരുടെ ഷൂ നനഞ്ഞിട്ടുണ്ടാവും, സോക്സ് നനഞ്ഞിട്ടുണ്ടാവും. ഈ അസ്വസ്ഥതയെ അവരെങ്ങനെയാണ് പ്രതികരിക്കുക? എനിക്ക് തോന്നുന്ന ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. സാധാരണ ഡ്രസ്സ് ഇട്ട് സ്കൂളിലേക്ക് വരണം, സൂംബ ഡാൻസൊക്കെ കഴിയണം, എന്നിട്ട് വേർപ്പ് പറ്റുകളൊക്കെ 1/2 മണിക്കൂർ കാത്തു നിൽക്കണം, എന്നിട്ട് കുളിച്ച് വൃത്തിയാക്കി യൂണിഫോമൊക്കെ ധരിച്ചിട്ട് കുട്ടികൾ ക്ലാസ് കയറണം. ഇത് നമ്മുടെ കേരളത്തിൽ ഒരു നൂറ്റാണ്ട് കൊണ്ട് സാധ്യമാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല.
അപ്പോഴേ ഡാൻസ് കളിച്ചിരിക്കണം, എക്സസൈസ് ചെയ്തിരിക്കണം എന്ന് വാശി പിടിക്കുമ്പോൾ കുട്ടികളുടെ മാനസിക ലെവലിനെ കുറിച്ച് കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? അസ്വസ്ഥനായി ഒരാൾ ക്ലാസ്സിലിരുന്നാൽ സ്വാഭാവികമായും അവിടെ പഠിക്കുന്ന പ്രധാന വിഷയങ്ങളൊന്നും ആ കുട്ടിയുടെ മനസ്സിലേക്ക് കയറില്ല. അതിൻ്റെ പുറമെ നമ്മൾ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നത് എങ്ങനെയാണ്? പരമാവധി ഫുഡ് കൊടുത്തിട്ട്. കാരണം ഉച്ചവരെയും ആ കുട്ടി വലിയ ബൗദ്ധികമായ ഇടപെടലുകൾ നടത്തുകയാണ്. നമ്മൾ പാടത്ത് കളക്കുന്നതിനേക്കാളും നമുക്ക് കോറിയിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും കലോറി മൂല്യം ഊർജം ചെലവാകുന്നതാണ് ബൗദ്ധികമായ ബുദ്ധിപരമായ വ്യവഹാരങ്ങൾ. കുട്ടികൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സയൻസിൻ്റെയും മാത്സിൻ്റെയും തിയറികളാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അവർക്ക് നല്ല ഊർജം വേണ്ടി വരും. അതിനുവേണ്ടി ആരോഗ്യപ്രദമായ ഫുഡ് വയറ് നിറച്ചു കൊടുത്തിട്ടാണ് ഏതൊരു മാതാവും ഏതൊരു പിതാവും കുട്ടിയെ സ്കൂളിലേക്ക് വിടുക. ആ ഒരു നിറഞ്ഞ വയറുമായി 5-10 മിനിറ്റ് മുമ്പ് മാത്രം ഭക്ഷണം കഴിച്ച വയറുമായി കുട്ടി തുള്ളിച്ചാടുന്നു. ഇതിൻ്റെ ആരോഗ്യവശങ്ങൾ പരിഗണിക്കേണ്ടതല്ലേ? ഫിസിക്കൽ ട്രെയിനിങ് നടത്തുന്ന അധ്യാപകരോട് ചോദിക്കുക. ഏറ്റവും നല്ലത് ഒഴിഞ്ഞ വയറിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് ഈ സംഭവം തുടങ്ങേണ്ടത്. നിറഞ്ഞു നിൽക്കുന്ന വയറിൽ എക്സസൈസ് ചെയ്യുമ്പോൾ ഉദരത്തിന് പല പ്രശ്നങ്ങളുണ്ടാകും. ദഹന സംബന്ധിയായ വിഷയങ്ങൾ പിന്നീട് നമ്മൾ കാര്യമായിട്ട് പരിഗണിക്കേണ്ടി വരും. അതോടൊപ്പം അപ്പൻഡിക്സ് പോലെയുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടാകും. കുടല് പിരിയൽ പോലത്തെ സംഗതികൾ ഉണ്ടാകും. മൊത്തം അതോടുകൂടെ എല്ലാം നശിച്ചു പോകുന്നൊന്നുമല്ല ഞാൻ പറയണത്. നിറഞ്ഞ വയറുമായി ചെയ്യേണ്ടതേ അല്ല ഒരുവിധ വ്യായാമവും. അത് നമ്മൾ പരിഗണിക്കേണ്ടതല്ലേ? ശാസ്ത്രീയമായി വല്ല പഠനവും നടന്നു ഇത് സംബന്ധമായി? ഏതൊക്കെ സ്കൂളിൽ ചൈനയിൽ കുട്ടികളത് കളിക്കുന്നുണ്ട് എന്നതല്ലാതെ ശാസ്ത്രീയമായി എന്തെങ്കിലും ഒരു പഠനം ഇത് സംബന്ധിയായിട്ട് നടന്നോ? എന്നുവെച്ചാൽ ലഹരിയുടെ വിപത്തിൽ നിന്ന് കുട്ടികളെ മാറ്റാൻ ഈ ഒരു ലഹരിയിലേക്ക് അവരെ പ്രവേശിപ്പിച്ചാൽ മതി എന്ന് ഗവൺമെന്റ് പറയാതെ പറയുന്നു. ലഹരിയുടെ വിപത്തിൽ നിന്ന് കുട്ടികളെ മാറ്റാൻ ഈ സൂംബായുടെ ലഹരിയിലേക്ക് അവരെ മാറ്റിയാൽ മതി എന്ന്. ഇതൊക്കെ എത്രമേൽ അനൗചിത്യാണ്. ശാസ്ത്രീയമായി ഏതെങ്കിലും ഒരു പഠനം നടന്നോ ലഹരിയിൽ നിന്ന് മാറാൻ സൂംബ ഡാൻസ് ഉപകാരപ്രദമാണെന്ന്? ഇല്ല. എന്നാൽ ഡാൻസ് കളിക്കുന്നത് ലഹരിയുമായി ഏറ്റവും ബന്ധമുണ്ടെന്നതിന് 10-ലേറെ പഠനങ്ങളുണ്ട്. 10-ലേറെ പഠനങ്ങളുണ്ട്. വാഷിംഗ്ടണിൽ ഏറ്റവും പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി നടത്തിയതടക്കം താരതമ്യേന പുതിയതാണ്. ഡാൻസുമായി ഇത്തരം നൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ 20%-ലേറെയും നിർബന്ധമായും മയക്കുമരുന്നിന്റെ അഡിക്റ്റുകളായിരിക്കുമെന്നാണ് അവർ പറയുന്നത്. ഒന്നല്ല, 10-ലേറെ പഠനങ്ങളുണ്ട്. ഡാൻസ് ലഹരിയിൽ നിന്ന് മക്കളെ മാറ്റാനാണെങ്കിൽ ഈ ഡാൻസിലൂടെ തുള്ളിക്കളിയിലൂടെ ലഹരിയിലേക്ക് എത്തിച്ചേരുമെന്നതാണ് ഔദ്യോഗിക പഠനങ്ങൾ. പിന്നെ ഏതെങ്കിലും ഒന്നിലേക്ക് ശ്രദ്ധ മാറിയാൽ മറ്റേതങ്ങോട്ട് മാറിപ്പോകും എന്നതൊക്കെ എത്രമേൽ വിഡ്ഢിത്തമാണ്. നമ്മുടെ മലപ്പുറം ജില്ലയുടെ കാര്യം എടുക്കുക. എല്ലാ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഫുട്ബോളിന്റെ അഡിക്റ്റുകളാണ്. എത്രത്തോളം? നമ്മുടെ മലപ്പുറം ജില്ലക്കാരൻ തന്നെയായ ഗോപിനാഥ് മുതുക്കാടൊക്കെ ഒരു പ്രാവശ്യം എഴുതിയത് മലപ്പുറത്തെ മക്കളുടെ പ്രാർത്ഥനയിൽ പോലും ഫുട്ബോളാണെന്നാണ്. പലപ്പോഴും നമുക്കത് ബോധ്യപ്പെടാറുണ്ട്. SSLC പരീക്ഷയുടെ 4 ദിവസം മുന്നേ പോലും മറച്ചു കെട്ടി വൈകുന്നേരത്തെ ഫുട്ബോൾ കളി കാണാൻ വേണ്ടി ആവേശം കാണിക്കുന്നവർ, എന്നിട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ? മലപ്പുറം ജില്ലയിൽ നിന്ന് ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ? പലപ്പോഴും കേസ് വർദ്ധിപ്പിക്കാനാണെന്നൊക്കെ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്? പ്രാദേശിക ഫുട്ബോൾ താരങ്ങൾ ആരെങ്കിലും ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? ഫുട്ബോൾ കളിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അവിടെ മതപരമായ വിലക്കുകൾ കൊണ്ട് അവർ മാറി നിൽക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ കുടുംബപരമായി ശ്രദ്ധിച്ചു വളർത്തുന്നത് കൊണ്ട് ഫുട്ബോൾ കളിക്കാർ ഈ ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടാവും. നേരെ വെച്ച് പന്ത് കളിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ആരെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? എന്നല്ല, ടർഫുകളിലൊക്കെയുള്ള കളിയും കളി കഴിഞ്ഞിട്ടുള്ള വിശ്രമവും ലഹരി പ്രചരിക്കാനുള്ള കാരണങ്ങളാകുന്നു എന്നതാണ് റിപ്പോർട്ട്. ശരീരവും ആരോഗ്യവും ശ്രദ്ധാപൂർവം കൊണ്ടു നടക്കുന്ന സിനിമാ താരങ്ങൾ എന്തിനാണ്? അവർക്ക് ആ ഒരു പ്രൊഫഷനിൽ പിടിച്ചു നിൽക്കണം. അതിന് ആരോഗ്യം വേണം, സൗന്ദര്യം വേണം. അതിനുള്ള എല്ലാ ട്രീറ്റ്മെന്റും നടത്തിക്കൊണ്ടിരിക്കും അവർ. എത്രമേൽ ശ്രദ്ധിക്കുന്നവർ സിനിമക്കാര്യം. അഭിനയത്തിന് ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ അടിച്ചു പൊളിക്കണം എന്നറിയാൻ, അതിന് കോച്ചിങ്ങിന് ആളെ വെക്കാൻ, നൃത്തത്തിന് അധ്യാപകരെ വെക്കാൻ, സ്റ്റണ്ടിന് മാസ്റ്റർമാരെ വെക്കാൻ, സിനിമ എന്ന് പറയുന്ന അവരുടെ ജീവിതോപാധിയായി അവർ തെരഞ്ഞെടുത്ത മാർഗത്തെ അവർ എത്രമേൽ ഗൗരവത്തോടുകൂടെ പരിഗണിക്കുന്നു. എന്നിട്ട് സിനിമ മേഖലയിൽ നിന്ന് ലഹരിയുടെ വാർത്തകളില്ലേ?
എന്നല്ല ഏറ്റവും കൂടുതൽ വാർത്തകൾ വരുന്നത് അവിടെ നിന്നല്ലേ? പല സിനിമ മേഖലയിലുള്ള ആളുകളെയും ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിക്കപ്പെടുന്നില്ലേ? MDMA പിടിക്കുന്നില്ലേ? മരിജുവാനയുമായി പിടിക്കുന്നില്ലേ? അപ്പൊ ഏതെങ്കിലും ഒന്നിലേക്ക് ശ്രദ്ധ മാറ്റിക്കഴിഞ്ഞാൽ അതോടുകൂടെ ലഹരിയിൽ നിന്ന് മാറിപ്പോകുമെന്നൊക്കെ തെറ്റിദ്ധരിക്കാൻ മാത്രം നമ്മൾ അത്രമേൽ പ്രായോഗിക ബുദ്ധി കുറഞ്ഞവരാവാൻ പാടുണ്ടോ? എന്തുകൊണ്ട് ഇസ്ലാം മതം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് വളച്ചുകെട്ടില്ലാതെ പറയാം പരലോകത്തെ വിജയത്തിനാണ്. അതിന് വിഘാതമാകും വിധത്തിലുള്ള ഒരു സംവിധാനങ്ങളും മതം പ്രോത്സാഹിപ്പിക്കുകയേയില്ല. +2 വരെയുള്ള കുട്ടികൾ വലിയ വലിയ കുട്ടികളായിരിക്കും. അവർ ലൈന് മാറി നിന്നാലും ആരൊക്കെയോ തെറ്റിദ്ധരിച്ചതുപോലെ ശരീരം പ്രകടിപ്പിച്ചൊന്നും അല്ലാതെ തന്നെ യൂണിഫോമൊക്കെ ധരിച്ച് നല്ല വൃത്തിയിൽ ഡാൻസ് ചെയ്താലും ആണും പെണ്ണും തമ്മിൽ ഒരേ വേദിയിൽ നിന്ന് ആടിക്കുഴഞ്ഞ് ചാടി കളിക്കുമ്പോൾ സ്വാഭാവികമായും ഖുർആനിന്റെ ഭാഷയിൽ ഫീ ഖുലൂബിഹിം മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകളെ അത് സ്വാധീനിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് നോട്ടം പാടില്ലെന്ന് ധാർമ്മിക സംവിധാനങ്ങൾ പറയുന്നത്. ഇസ്ലാമിനെ മാത്രം കുറ്റപ്പെടുത്തരുത്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 5-ാം അധ്യായം നമുക്ക് പരിശോധിക്കാം. അതിന്റെ 27, 28, 29 വാക്യങ്ങൾ. വ്യഭിചരിക്കാൻ പാടില്ലെന്ന് നിനക്കറിയാമല്ലോ, എന്നാൽ ഞാൻ പറയട്ടെ, ആസക്തിയോടുകൂടെ അന്യ സ്ത്രീയെ നോക്കുന്നത് ഹൃദയത്തിന്റെയും കണ്ണിന്റെയും വ്യഭിചാരമാണ്. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്, തെറ്റ് ചെയ്യാൻ നിന്റെ കണ്ണ് കാരണമാകുന്നെങ്കിൽ കണ്ണ് ചുയിന്നു കളയണം. എന്തുകൊണ്ടെന്നാൽ 2 കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഒറ്റക്കണ്ണനായി സ്വർഗത്തിൽ പോകുന്നതാണ്. തെറ്റ് ചെയ്യാൻ നിന്റെ കാല് കാരണമാകുന്നെങ്കിൽ നീ കാല് മുറിച്ച് കളയണം. നിന്റെ തെറ്റിന് നിന്റെ അവയവങ്ങൾ ഏതെങ്കിലും ഒന്ന് കാരണമാകുന്നുവെങ്കിൽ ആ അവയവം ഛേദിക്കണം. എന്തുകൊണ്ട്? പൂർണ്ണമായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഛേദിക്കപ്പെട്ട ശരീരം സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണ്. എന്തിനാണ് ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി ബൈബിളിൽ മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ ഒരു സംഗതി പറയണത്? എല്ലാം ലിബറലായി കാണുന്ന, ആർക്കും എപ്പോഴും എവിടെയും സംഗമിക്കാം, ഡാൻസ് കളിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം, കാണാം, ആസ്വദിക്കാം, അതൊക്കെയാണ് പുതിയ കാലത്തെ പുരോഗതികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ ബൈബിൾ വചനത്തെ കുറിച്ച് എന്ത് പറയുന്നു? എന്തുകൊണ്ടാണ് കാണുന്നത് കണ്ണിന്റെ വ്യഭിചാരമായി യേശുക്രിസ്തു പഠിപ്പിക്കുന്നത്? ധാർമ്മിക സംവിധാനങ്ങളൊക്കെ ഇതേ പറയൂ എന്നതുകൊണ്ട് മാത്രം. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സ്ത്രീകളെ കാണുമ്പോൾ പുരുഷന്മാർ കണ്ണു താഴ്ത്തണമെന്ന്, പുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകൾ കണ്ണു താഴ്ത്തണമെന്ന്. സൗന്ദര്യം ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന മുഖം അവരുടെ ജലാബീബിഹിന്ന, അല്ലെ, സ്ത്രീകളുടെ ഉത്തരീയം അവരുടെ മുഖത്തേക്ക് തൂക്കിയിടണമെന്ന്. നിമ്നോന്നതികൾ പ്രകടിപ്പിക്കരുതെന്ന്, അധമ വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയും ഉണ്ടാവരുതെന്ന്. എന്താ പുതിയ കാലത്ത് പോലും വാർത്തകൾ വായിക്കുന്നവർ ഈ ഇത്രമേൽ ആധുനികത വന്നിട്ടും സ്ത്രീകൾ ഇപ്പോഴും എല്ലായിടത്തും പീഡിപ്പിക്കപ്പെടുന്നു എന്ന് വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മൂടിപ്പിടിച്ച് നടന്നാൽ അത് കാണാനുള്ള ഒരു പ്രത്യേകമായ ട്രെൻഡ് ഉണ്ടാകുമെന്നാണ് പലരും എതിർവാദമായി ഉന്നയിക്കുന്നത്. തെറ്റിദ്ധരിച്ചു പോയതാണ്. ലിബറലിസം കണ്ടുപിടിച്ച ഫ്രാൻസിലേക്ക് നമുക്ക് പോകാം. 95% സ്ത്രീകളും ഏതെങ്കിലും രീതിയിൽ സെക്സൽ ഹറാസ്മെന്റിന് വിധേയരാണവർ. ആധികാരികമായ കണക്ക് 99%-ലേറെ സ്ത്രീകൾ ഏതെങ്കിലും രീതിയിലുള്ള സെക്സൽ ഹറാസ്മെന്റിന് വിധേയരാണ്. മൂടി പിടിച്ചാണോ നടക്കുന്നത്? അല്ലല്ല, ശരീരത്തിന്റെ ഏകദേശ ഭാഗം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. ശരീരത്തിന്റെ ഏകദേശം ഭാഗങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്നു. അമേരിക്കയുടെ കണക്ക് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 4,80,00,000 ജാരസന്താനങ്ങളുണ്ട് ആ നാട്ടിൽ. 4,80,00,000 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജാരസന്താനങ്ങളുണ്ട്, വ്യഭിചാര കുട്ടികളുണ്ട്. എങ്ങനെ വ്യഭിചാര കുട്ടികൾ ഇത്രമേലുണ്ടാകുന്നത്? സുലഭമായി വ്യഭിചാരം നടന്നിട്ട് എല്ലാവരും പുറത്തിട്ട് നടക്കാണോ? അല്ല. കണ്ണ് മാത്രം പുറത്ത് കാണാണോ? അല്ല. ഇപ്പോൾ പോലും ചില ചാനൽ ചർച്ചകളിൽ വർഗീയത ബാധിച്ച് ഇസ്ലാമോഫോബിയ ശക്തമായി സിരകളിൽ ഓടുന്ന ചില ആളുകളൊക്കെ പറയുന്നത്, ഈ മുസ്ലിങ്ങൾക്ക് തൃപ്തിയാവണമെങ്കിൽ സൂംബ ഡാൻസ് പർദ്ദട്ട് കളിപ്പിച്ചാൽ മതി എന്നാണ്. പർദ്ദ തന്നെ വേണമെന്ന് മതം നിഷ്കർഷിക്കുന്നേയില്ല. സൂംബ ഡാൻസിൽ പർദ്ദയിടുന്നതോടുകൂടെ, നിസ്കാരക്കുപ്പ ഇടുന്നതോടുകൂടെ അതിൻ്റെ എല്ലാ പ്രശ്നം തീർന്നു എന്നും ഒരു മതസംഘടനയും പറയില്ല. അഴിച്ചിട്ട് നടക്കുന്നവരെ യൂറോപ്പിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്. 4,80,00,000 എന്ന് പറഞ്ഞാൽ 10-40 കോടി ജനങ്ങളുള്ള നാട്ടിൽ എത്രമേൽ വർധനമാണെന്ന് ആലോചിച്ചു. അഴിച്ചിട്ടാണ് നടക്കുന്നത്. എന്നിട്ട് കേരളത്തിൽ പാട്ടുപാടുക.
ഔദ്യോഗികമായ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി ഘടകങ്ങൾ പുറത്തിറക്കുന്ന ക്യാമ്പസ് മാഗസിനുകളിൽ എന്തിനാ പെണ്ണെ നിന്റെ ശരീരത്തെ ഈ കരുത്ത ചാക്ക് മൂടി നടക്കണത് എന്ന് ചോദിക്കുക. വൃത്തികെട്ട പാട്ടുകൾ ഈ സദസ്സിൽ ഉദ്ധരിക്കാൻ പറ്റൂല. പുരുഷലിംഗത്തെ കുറിച്ച് പറയാം, അത് നിങ്ങൾക്ക് കിട്ടാനല്ലോ എന്ന് പറയാം. വൃത്തികെട്ട വരികൾ. നീ എന്ത് ചെയ്യണം? ഈ കരിമ്പടം ഊരിക്കളയണം. ഇതേ ഉദ്ധരിച്ചു നിൽക്കുന്ന ഞങ്ങളൊക്കെ റെഡിയായിട്ട് കാത്തിരിക്കണമെന്നാണ് ആ കവി പറയാതെ പറയുന്നത്. അപ്പോ ജനങ്ങൾ കൂടുന്നിടത്ത് സ്ത്രീകളെ നോക്കുന്നിടത്ത് പുരുഷന്മാരും പക്വത കാണിക്കാത്ത കാലം ഈ പീഡനം സഹിക്കേണ്ടി വരിക തന്നെ ചെയ്യും. വാർത്ത വായിക്കേണ്ടി വരിക തന്നെ ചെയ്യും. SYSന്റെ നേതാവല്ലല്ലോ പണ്ട് പറഞ്ഞത്. പ്രായോഗിക ബുദ്ധിയോടുകൂടെ കാര്യങ്ങളെ പരിഗണിച്ചിരുന്ന മുൻ മുഖ്യമന്ത്രി നായനാരാണ് പറഞ്ഞത് സ്ത്രീയുള്ളിടത്ത് സ്ത്രീ പീഡനം നടക്കുന്നു. ഇതിനെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കേണ്ടത്? മതതീവ്രവാദമോ അതോ 6-ാം നൂറ്റാണ്ടെന്നോ? പ്രായോഗികമായി ചിന്തിച്ചിരുന്ന രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം പറഞ്ഞു സ്ത്രീ ഉള്ളിടത്ത് സ്ത്രീ പീഡനം നടക്കുന്നു എന്ന് വെച്ചാൽ സ്ത്രീയായിട്ട് നടക്കാത്തിടത്ത് സ്ത്രീ പീഡനം നടക്കും. അന്ന് കുറെ സ്ത്രീ പീഡനങ്ങൾ ഒന്നിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ പത്രസമ്മേളനം നടത്തി നായനാർ പറഞ്ഞതാണ് സ്ത്രീ ഉള്ളിടത്ത് സ്ത്രീ പീഡനം നടക്കുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞുണ്ടാക്കുന്നത്? തിരുത്താൻ പോലും പാടില്ലെന്ന്, അഭിപ്രായം പറയാൻ പാടില്ലെന്ന്. അപ്പോഴേക്ക് 6-ാം നൂറ്റാണ്ടിലേക്ക് ബസ് കയറേണ്ടി വരുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുക. ഇസ്ലാം ഫോബിയ ബാധിച്ച ആളുകൾ ശക്തമായി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാടിന്റെ പുരോഗതി തടസ്സപ്പെടും. ചില സ്വതന്ത്ര നിരീക്ഷകരുണ്ട്, അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലുള്ളവർ. അപക്വമായൊരു മുദ്രാവാക്യം മുഴക്കി നമ്മുടെ കേരളത്തിൽ ഒരു രാഷ്ട്രീയ സംഘടനക്കാർ അരിയും മലരും വാങ്ങിക്കോ, കുന്തിരിക്കം വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ ഞങ്ങൾ വെട്ടും. തീർത്തും അപക്വമാണ് ഈ മുദ്രാവാക്യം. മുസ്ലിം ഔദ്യോഗിക സംഘടനകളെല്ലാം അതിനെ എതിർത്തിട്ടുണ്ട്. അതിന് പുറമെ നിയമം നടപ്പിലാക്കാൻ വ്യക്തികൾക്ക് മതം സ്വാതന്ത്ര്യം നൽകുന്നേയില്ല. കൊല്ലാനും കൈവട്ടാനും ഒന്നും മതം സ്വാതന്ത്ര്യം നൽകുന്നില്ല. അങ്ങനെ ഏതോ ഒരു ന്യൂനപക്ഷമാകുന്ന സംഘടനക്കാർ അവരുമായി ബന്ധപ്പെട്ട ഏതൊക്കെയോ പ്രവർത്തകരെ കൊല വിളിച്ചൊരു ഘട്ടത്തിൽ അവരും എന്തൊക്കെയും പറയണ്ടേ എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞൊരു മുദ്രാവാക്യമാണിത്. അരിയും മലരും വാങ്ങിക്കോ, കുന്തിരിക്കം വാങ്ങിക്കോ എന്നൊക്കെ അവരും തിരിച്ചു വിട്ടുന്നാണ് അതിന്റെ ആശയം. ഇപ്പോഴും അഡ്വക്കേറ്റ് ജയശങ്കരൻ എന്ന് പറയുന്ന ഇസ്ലാം ഫോബിക്കായ മനുഷ്യൻ ഏത് ചർച്ചയിലും അത് മാത്രമേ അയാളുടെ നാവിൽ വരുള്ളൂ. വേറെയും കുറെ മുദ്രാവാക്യങ്ങൾ ഇവിടെ ഉണ്ടായി. 5 നേരം നിസ്കരിക്കാൻ തൊപ്പി വെക്കണമെങ്കിൽ തല കാണൂല എന്ന് പരസ്യമായ മുദ്രാവാക്യവും പാട്ടുകൂടെ ഉണ്ടായി. അത് അദ്ദേഹം ഇതുവരെ കേട്ടതായിട്ട് നമുക്കറിയില്ല. 5 നേരം നിസ്കരിക്കാൻ പള്ളികൾ പലതും കാണില്ല എന്ന് പരസ്യമായി കേരളത്തിന്റെ തെരുവിലൂടെ ചില വിഭാഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു നടന്നു. അതുവരെ തീരെ സ്വാധീനിക്കുന്നേയില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, ജോസഫ് മാഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കൈവെട്ടി ഏതോ ആളുകൾ. ഈ പറഞ്ഞതുപോലെ മുസ്ലിം സംഘടനകൾ നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ലെന്ന രീതിയിൽ അന്ന് തന്നെ അതിനാൽ അപലപിച്ചിട്ടുണ്ട്. അവരൊക്കെയും അതിനെതിരെ ശക്തമായി നിലകൊണ്ടിട്ടുണ്ട്. അതിലൊന്നും ഒരു തർക്കമില്ല. എന്നാൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകൻ ഇതുവരെയും തൊപ്പി വെക്കാൻ തല കാണില്ലെന്ന് പറയുമ്പോൾ, 5 നേരം നിസ്കരിക്കാൻ പള്ളി ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ ആ മുദ്രാവാക്യം ശരിയല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ അത് ആവർത്തിച്ച് കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. റിയാസ് മൗലവി എന്ന പാവപ്പെട്ട മനുഷ്യൻ കടന്നുറങ്ങുന്ന സമയത്ത് തലയെടുത്തു, ഒരു പ്രകോപനവും ഇല്ലാതെ. പച്ചപ്പാവം ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ, ഒരു പണ്ഡിതൻ. അത് ഇതുവരെയും ഏതെങ്കിലും ചർച്ചയിൽ വന്നോ? ഏതെങ്കിലും സാഹിത്യകാരൻ 1 ലക്ഷം രൂപ സംഭാവന കൊടുക്കാൻ അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾക്ക്, യുവതിയാകുന്ന ഭാര്യയ്ക്ക്, കുഞ്ഞുമക്കൾക്ക് സംഭാവന കൊടുക്കാൻ തോന്നിയോ? ഇല്ല. ജോസഫ് മാഷിന്റെ കൈ വെട്ടി. ലോകത്ത് മഹാകോടികൾ ഒന്നിച്ചു വിശ്വസിക്കുന്ന, ആദരിക്കുന്ന, സ്നേഹിക്കുന്ന, അവരുടെ ഹൃദയത്തിന്റെ താളവും ആത്മാവിന്റെ സംഗീതവുമായ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിമർശനം പറഞ്ഞു എന്നുള്ളതല്ല, അധിക്ഷേപം പറഞ്ഞു എന്നതുമല്ല, ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നതുമല്ല പ്രശ്നം. മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് ഉത്തരമെഴുതേണ്ടതിന് ചോദ്യം നിർണയിച്ചപ്പോൾ ഏത് കുട്ടിയും വായിക്കണം, ഉത്തരം എഴുതണം. മുസ്ലിമും മുസ്ലിം അല്ലാത്തവനും, ജനാധിപത്യവാദിയും സൗഹൃദവാദിയും വർഗീയവാദിയും
എല്ലാവരും ഉത്തരം എഴുതേണ്ട ഒരു പൊതു ചോദ്യ പേപ്പറിൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വൃത്തികേട് എഴുതി പിടിപ്പിച്ചു. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ കൈവെട്ടാൻ ഏതെങ്കിലും വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഇല്ല. ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? ഇല്ല. ഇത്രമേൽ വൃത്തികേട് എഴുതി പിടിപ്പിച്ച് പൊതുവിദ്യാലയങ്ങളിലൂടെ കരിക്കുലത്തിലൂടെ അത് എല്ലാ വിദ്യാർത്ഥികളും പഠിക്കണം, എഴുതണം, നബിതങ്ങൾക്കെതിരെ തന്നെ പരീക്ഷ എഴുതണമെന്ന് ദൃഢമായി തീരുമാനിച്ച് ചോദ്യപേപ്പർ ഉണ്ടാക്കിയ ഈ അധ്യാപകൻ ചെയ്തത് ശരിയല്ലെന്ന് മനസ്സിലാക്കി ക്രൈസ്തവ മാനേജ്മെന്റ് തന്നെ നടത്തുന്ന ന്യൂമാൻ കോളേജിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹത്തിന്റെ ഈ ആത്മകഥ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ കോളേജുകാർ പുറത്താക്കിയതിന് ശേഷം ഉണ്ടായ അയാളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും സാമ്പത്തിക ബുദ്ധിമുട്ടും അദ്ദേഹം പറയുന്നുണ്ട്. വിഷാദം കൂടി വന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഫിലോമിന എന്നാണ് പേരെന്ന് ഞാൻ ഓർക്കുന്നു, ആ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു വ്യക്തി എന്ന രീതിയിൽ നമുക്ക് സങ്കടം തോന്നും. ഉണ്ട്, സത്യമുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം സംഘടനകൾ ഒന്നിച്ചു നിന്ന് ആ കൈവെട്ട് ശരിയായില്ല എന്ന് പറഞ്ഞത്. എന്നാലും ഇപ്പോഴും ആ ഒരു കൈവെട്ട് മാത്രമാണ് സാഹിത്യ നായകരെന്ന് പറയുന്നവരുടെ മനസ്സിലുള്ളത്. ആരെങ്കിലും അതിനെ ന്യായീകരിച്ചു എന്ന് പറഞ്ഞുണ്ടാക്കരുത്. അതിനെ ന്യായീകരിക്കുന്നേ ഇല്ല, അത് ശരിയല്ല, മതം അത് അംഗീകരിക്കുന്നേ ഇല്ല. എന്നാൽ പോലും മാരകമായ, ഒരിക്കലും ഒരു അധ്യാപകനിൽ നിന്ന് വന്നു പോവാൻ പാടില്ലാത്ത കുഴപ്പം പിടിച്ച ചോദ്യപേപ്പർ നിർമ്മിച്ചതിന് ഏതോ വികാരജീവികൾ അദ്ദേഹത്തിന്റെ കൈവെട്ടിയത് മുസ്ലിം സമൂഹത്തിന്റെ മൊത്തം പ്രശ്നമായി ഇപ്പോഴും ആഘോഷിച്ചു കൊണ്ടേയിരിക്കുന്നു. റിയാസ് മൗലവിയുടെ തലയെക്കാളും ന്യൂമാൻ കോളേജിലെ അധ്യാപകനാകുന്ന ജോസഫ് മാഷിന്റെ കൈപ്പത്തിക്ക് വിലയുണ്ടാകുന്നത് തീർച്ചയായും തിരുത്തേണ്ടതാണ്. ഇപ്പൊ സൂംബ ഡാൻസിനെ കുറിച്ച് തന്നെ ആലോചിച്ച് നോക്കൂ. എല്ലാ പ്രതികരണങ്ങളിലും ഇസ്ലാം സമം ഭീകരത എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ, നമ്മൾ ജീവിച്ച പരിചയമല്ലേ? ഏറ്റവും ചുരുങ്ങിയത് 7-ാം നൂറ്റാണ്ട് മുതൽ മുസ്ലിങ്ങൾ കേരളത്തിലില്ലേ? അവരുടെ ഏതെങ്കിലും ഒരു തിരുത്ത് കാരണം കേരളത്തിന് എന്തെങ്കിലും ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ? അവർ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നില്ലേ? അവർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കഠിനമായി അധ്വാനം ചെയ്തിട്ടില്ലേ? വാ തുറന്നാൽ വർഗീയത മാത്രം പറയാ ചില ആളുകൾ. ആ ഗണത്തിലാണ് രാഷ്ട്രീയ പരിണാമത്തിൽ ഏകദേശം നിയാണ്ടർതാലിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന PC ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ പറഞ്ഞ നമ്മുടെ ഒന്നാം പ്രധാനമന്ത്രി നെഹ്റു മുസ്ലിമായിരുന്നു എന്നൊക്കെ പറയണ ഭയങ്കരമായൊരു അപരാധം. എന്തേ, നെഹ്റുവിന് മുസ്ലിമാകാൻ പറ്റൂലേ? നെഹ്റുവിന് മുസ്ലിമാകാൻ പറ്റൂലേ? നെഹ്റു മുസ്ലിമായിരുന്നു, അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ മുസ്ലിമാണോ പ്രശ്നങ്ങളായിരിക്കും ഫലം എന്നൊരു സമവാക്യല്ലേ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദ് മുസ്ലിമായിരുന്നില്ലേ? അദ്ദേഹമല്ലേ ഇന്ത്യയിലെ ഈ സാർവത്രികമായ വിദ്യാഭ്യാസത്തിന് ശക്തമായ അടിത്തറ പാകിയയാൾ? അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടല്ലേ എന്താണ് വിദ്യാഭ്യാസം എന്ന് കേൾക്കാത്ത നാടുകളിൽ സ്കൂളുകൾ ഉയർന്നു വന്നത്? അദ്ദേഹത്തിന്റെ അന്നത്തെ ഭരണത്തെക്കുറിച്ച് പുകഴ്ത്താത്ത ഏതെങ്കിലും മനുഷ്യർ പിന്നീടുണ്ടായിട്ടുണ്ടോ? ഇല്ല. APJ അബ്ദുൽ കലാം മുസ്ലിം ആയിരുന്നില്ലേ? അദ്ദേഹമല്ല ഇന്ത്യയുടെ രാഷ്ട്രപതിയായി ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് ശക്തമായ സാന്നിധ്യമായത്? അദ്ദേഹമാണല്ലോ ഇന്ത്യയുടെ മിസൈൽ മാൻ. അദ്ദേഹമാണല്ലോ ഇന്ത്യയിലെ ഓരോ യുവാവിനെയും ശാസ്ത്രരംഗത്ത് പ്രചോദിപ്പിച്ചുകൊണ്ട് നിരന്തരമായി അധ്വാനിച്ചയാൾ. APJ അബ്ദുൽ കലാം മുസ്ലിം ആയതുകൊണ്ട് PC ജോർജിന് എന്തൊക്കെ നഷ്ടമാണ് ഉണ്ടായത്? ഇന്ത്യയുടെ നിർമ്മാണത്തിൽ ശക്തമായി സ്വാധീനിച്ച എത്രയെത്ര മുസ്ലിം പേരുകളുണ്ട്, എണ്ണി പറയണോ? ഒന്നുകിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ സ്വതന്ത്രമാം ലണ്ടനിന്റെ ഭൂമിയിൽ എനിക്ക് 6 അടി മണ്ണ് എന്ന് ശക്തമായി പ്രഖ്യാപിക്കാൻ ഒരാൺകുട്ടിയെ ഉണ്ടായിട്ടുള്ളൂ, മൗലാന മുഹമ്മദ് അലി. ഹാഫിളുമാരായിരുന്നു, ദീനി പാണ്ഡിത്യം അത്യാവശ്യമുള്ളവരായിരുന്നു. ഷൗക്കത്തിലെയും മുഹമ്മദ് അലിയെയും കൈപിടിച്ചിട്ട് അവരുടെ ഉമ്മ പറഞ്ഞയക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചൂളയിലേക്കായിരുന്നു. മക്കളെ നഷ്ടപ്പെട്ടാൽ പോലും ഭാരതത്തോടുള്ള കടപ്പാട് നിർവഹിക്കണമെന്ന് അവർ തീരുമാനിച്ചു. നമ്മൾ അഭിമാനം കൊള്ളുന്ന ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഒരു മുസ്ലിം സ്ത്രീയല്ലേ? ഭാരതമാതാ കി ജയ് പോലെയുള്ള മുദ്രാവാക്യങ്ങൾ പോലും മുസ്ലിങ്ങളുടെ സംഭാവനയല്ലേ? ഭാരതത്തെ ഇത്രമേൽ പ്രണയിച്ച ഒരു സമൂഹത്തെ ഒറ്റപ്പെടുത്തണമെന്ന് തീരുമാനിക്കുന്നു. നെഹ്റു മുസ്ലിമായിരുന്നു അത്രേ. PC എന്നൊക്കെ പറഞ്ഞാൽ പബ്ലിക് ക്ലോസറ്റ് എന്നാണോ എന്ന് നമ്മൾ ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും. കാരണം എന്താന്ന് വെച്ചാൽ അതിന്ന് വരുന്നത് ദുർഗന്ധം മാത്രമാണ്.
ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പരിണാമങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? അദ്ദേഹം ഭയങ്കരമായ ഭീകരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ SDPIക്കാരുടെ പിന്തുണയോടുകൂടെ, ശക്തമായ പിന്തുണയോടുകൂടെയാണ് അദ്ദേഹം ജനപക്ഷത്ത് മത്സരിച്ചപ്പോൾ പൂഞ്ഞാറിൽ നിന്ന് ജയിച്ചു കയറുന്നത്. ആ സമയത്ത് ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അദ്ദേഹത്തിന് എത്രമേൽ ഇഷ്ടമായിരുന്നു, താലോലിച്ചിരുന്നു. ഇദ്ദേഹമാണ് പറഞ്ഞ ന്യൂമാൻ കോളേജിലെ ജോസഫ് മാഷിയുടെ കൈയല്ല തലയാണ് വെട്ടേണ്ടത് എന്ന് SDPIയുടെ യോഗത്തിൽ പ്രസംഗിച്ചയാളാണ് PC ജോർജ്. ന്യൂമാൻ കോളേജിലെ അധ്യാപകൻ മുഹമ്മദ് നബി അത്രമേൽ വിമർശിച്ച കാരണത്താൽ കയ്യല്ല എടുക്കേണ്ടത് തല എടുക്കണം എന്ന്. ഇപ്പോ അയാൾക്ക് കണ്ണിനു കാണാൻ പറ്റാത്ത SDPI എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘത്തെ മുന്നിലും പിന്നിലും നിർത്തിയാണ് അദ്ദേഹം ജയിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ വേദിയിലും നിറസാന്നിധ്യമായിരുന്നു. ഓരോ വേദിയിലും അവരെക്കുറിച്ച് മഹത്വം പറയാൻ അയാൾക്ക് 1000 നാക്കായിരുന്നു. പക്ഷെ പിന്നീട് രാഷ്ട്രീയ പരിണാമം വന്നു. ഇനി ഇങ്ങനെ ഒത്തുപോകണമെന്നുണ്ടെങ്കിൽ, മന്ത്രിസ്ഥാനം കിട്ടണമെന്നുണ്ടെങ്കിൽ, MLAയും MP യും ആവണമെങ്കിൽ മറ്റു ചിലരെ പ്രീണിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് സംസാരത്തിൽ മാറ്റം വന്നു. ഇന്ത്യക്ക് പകരം ഭാരതം വന്നു. അർഷ സംസ്കാരം മെല്ലെ മെല്ലെ അയാളുടെ സംസാരത്തിൽ കയറി വന്നു. അതൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടം. ആർക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രവർത്തിക്കാം. പക്ഷെ ഏതെങ്കിലും നക്കാപ്പിച്ചക്ക് വേണ്ടി ഒരു വലിയ സമൂഹത്തെ ഒറ്റുകൊടുത്താൽ, നെഹ്റു മുസ്ലിം ആയിരുന്നു എന്ന് വെക്കുക, എന്താ അതുകൊണ്ട് കുഴപ്പം? അദ്ദേഹം സ്വകാര്യമായി 5 വക്ത് നിസ്കരിച്ചിരുന്നു. മോത്തിലാൽ നെഹ്റു 5 വക്ത് നിസ്കരിച്ചിരുന്നു. 5 വക്ത് നിസ്കരിക്കൽ ഒരു വലിയ അപരാധമാണ്. ലോകത്ത് കോടിക്കണക്കിന് വിശ്വാസികൾ അത് ചെയ്യുന്നില്ലേ, ഇന്ത്യയിലും കേരളത്തിലും? എന്നിട്ട് അവരൊക്കെയും പൊട്ടിത്തെറിക്കുന്നുണ്ടോ? അവരൊക്കെയും ഈ ആരാധന നടത്താൻ, തൊപ്പി വെക്കാൻ തല കാണൂല എന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് സൂംബ ഡാൻസിനേക്കാളും നമ്മൾ ശക്തിയോടുകൂടെ പ്രതികരിക്കേണ്ടത് കേരള മനസ്സുകളെ മലിനമാക്കുന്ന ഈ വർഗീയതക്കെതിരെയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കേണ്ടത്. കേരളം ഇങ്ങനെയല്ല, ഇങ്ങനെ ആവരുത്. നമുക്ക് വിദ്യാഭ്യാസപരമായി പുരോഗതിയുണ്ട്, നമുക്ക് സാമൂഹികമായ ജീവിതം പരിചയമുണ്ട്, സാമ്പത്തികമായി ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിനേക്കാളും ഉന്നതിയിലുണ്ട്. സാക്ഷരതയിലാണ് ആസാം നമ്മുടെ മുന്നിലുള്ളത്. ആരോഗ്യരംഗത്ത് നമ്മൾ മികച്ച പല പ്രകടനങ്ങളും ഇതിൻ്റെ മുന്നേ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതങ്ങനെ തന്നെ തുടരണം. സമൂഹത്തിന് മാതൃകയാവണം. രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം. അത് മതത്തിലേക്ക് കയറി വരരുത്. പിന്നെ വിശ്വാസിയുടെ കാര്യം, വിശ്വാസി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വാസികളോട് പറയേണ്ട കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതല്ല ലിബറൽ ചിന്തകളോടും യോജിച്ചു വരണം എന്നില്ല. സ്ത്രീ പുറത്തിറങ്ങരുത് അത്യാവശ്യത്തിനല്ലാതെ എന്ന് പറഞ്ഞാൽ അത് മതത്തിന്റെ നിയമമാണ്. 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 33-ാമത്തെ വാക്യത്തിൽ വഖർന ഫീ ബുയൂത്തികുന്ന, കൃത്യമായി ഖുർആൻ അത് പറഞ്ഞതാണ്. ഖുർആൻ അംഗീകരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. എല്ലാവരും മുസ്ലിങ്ങളാവണമെന്നൊന്നുമില്ല. ഇതൊക്കെ സബ്ജക്റ്റീവായൊരു കാര്യമാണ്. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ തീരുമാനം എടുക്കാം. മുസ്ലിം പേരുണ്ടെങ്കിൽ തന്നെയും സൂംബ ഡാൻസിൽ പങ്കെടുക്കാം, നാടകത്തിൽ പങ്കെടുക്കാം, സ്പോർട്സിൽ പങ്കെടുക്കാം. ഏത് വൃത്തികേടും ചെയ്യുന്നതിനൊന്നും മതപരമായ വിലക്ക് പരിഗണിച്ചേ പറ്റൂ എന്ന് തിട്ടൂരം ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. ആർക്കും വേണമെങ്കിലും അവരുടേതായ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. പക്ഷെ മതം ഇങ്ങനെ ആവണമെന്ന് തിരുത്താൻ വരരുത്. എന്തിനാ ഈ മതം? നമ്മൾ അതന്നെ ആലോചിക്കണ്ടേ. എന്തിനാണ് ഈ മതം? മനുഷ്യന്റെ സ്വന്തമായ തീരുമാനങ്ങൾ പലപ്പോഴും പഴക്കുമ്പോൾ അതിനെ തിരുത്താനും മനുഷ്യനെ എപ്പോഴും ധാർമ്മികമായി മുന്നോട്ട് കൊണ്ടുപോകാനുമാണ് മതം. 100% ഇസ്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് മതവിശ്വാസികൾക്ക്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അവരുടേതായ നിയമങ്ങളില്ലാത്തത്, നിയന്ത്രണങ്ങളില്ലാത്തത്? കള്ളു കുടിക്കുന്ന ആളുകളെ പാർട്ടിയിൽ അംഗത്വം നൽകില്ലെന്ന് ഈയിടെയല്ലേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ പ്രഖ്യാപിച്ചത്? അതൊരു നിയമമല്ലേ? അതൊരു നിയന്ത്രണമല്ലേ? ഒരു സ്കൂളിലേക്ക് ഇന്ന യൂണിഫോം വേണമെന്ന് കുട്ടികൾക്ക് നിർബന്ധം വെക്കുന്നത് എന്തായാലും അവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് തന്നെയല്ലേ? ഇത്ര സമയത്ത് ഇത്ര രീതിയിൽ വരണമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? എല്ലാവരും അടങ്ങി ഒതുങ്ങി നിൽക്കണം എന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? പരീക്ഷയിൽ തോറ്റുപോയാൽ താഴെ ക്ലാസ്സിൽ ഇരുത്തും എന്ന് ഭീഷണിപ്പെടുത്തി താഴെ ക്ലാസ്സിൽ ഇരുത്തിയത് കൊണ്ടാണ് കേരളത്തിൽ ഒരു കുട്ടി ഈ ഒരു 4 ദിവസം മുന്നേ ആത്മഹത്യ ചെയ്തത്. ഒരു ദിവസം ഇങ്ങനെ ചാനലിലൂടെ ഓടിക്കളിച്ചു, പിന്നീട് അത് ഏതെങ്കിലും രീതിയിൽ ചർച്ച വന്നോ? എന്തേ കാരണം? അതൊരു മുസ്ലിം സ്ഥാപനമായിരുന്നെങ്കിൽ, ആ കുട്ടി അതിന് പ്രേരിപ്പിച്ച പ്രിൻസിപ്പാളെങ്ങാനും തലയിൽ തട്ടയിടുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ കേരളത്തിൽ ഒരു മാസത്തിന് അത് തന്നെ ധാരാളം മതിയായിരുന്നു. ഈ രീതിയിൽ വർഗീയവൽക്കരിക്കപ്പെടാൻ പാടുണ്ടോ നമ്മുടെ മനസ്സ്? ഇതൊക്കെ നിയമങ്ങളല്ലേ. ഈ നിയമങ്ങളൊക്കെ പ്രയാസമുണ്ട് എന്നതുകൊണ്ടല്ല ആ കുട്ടി ആത്മഹത്യ ചെയ്തത്. 3 മാർക്ക് കുറഞ്ഞു എന്നാണ് പറയുന്നത്. അത് കാരണം ആ കുട്ടിയെ താഴെ ക്ലാസ്സിലേക്ക് ഇരുത്തി. അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസം തന്നെയല്ലേ?
നമ്മുടെ ഭൗതികമായ സംവിധാനങ്ങളിലൊക്കെ പ്രത്യേക നിയമങ്ങളില്ലേ? എന്തിനാണ് നിയമസഭയിലേക്ക് ജീവനക്കാർ വന്നിട്ട് കൃത്യസമയത്ത് പഞ്ച് ചെയ്യുന്നത്, പോകുന്ന സമയത്ത് പഞ്ച് ചെയ്യുന്നത്? അതിനിടയ്ക്ക് സമയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് അത്ര കുറയ്ക്കുമെന്ന് പല മാനേജ്മെന്റുകളും തീരുമാനിക്കുന്നത്. മനുഷ്യനാണ്, നിയമം വേണം. ചെറുപ്പം മുതൽ ഒരൊറ്റ ജീവിവർഗവും സ്വന്തം വിസർജ്യം വ്യാപകമായി കഴിക്കാറില്ല. ഒരു മനുഷ്യക്കുട്ടി ജസ്റ്റ് നടക്കുന്ന, മുട്ടുകുത്തി നടക്കുന്ന കാലത്ത് അത് വിസർജിച്ചു എന്ന് സങ്കല്പിക്കുക. അത് വാരി തിന്നിട്ടുണ്ടാകും. വാരി തിന്നുന്ന സമയത്ത് കൈ പിടിക്കാൻ ഒരാൾ വേണം, മനുഷ്യന് മാത്രം. ആട്ടിൻ കുഞ്ഞ് അതിന്റെ വിസർജ്യം കഴിക്കില്ല, പശുക്കുഞ്ഞ് അതിന്റെ വിസർജ്യം തിന്നൂല. മനുഷ്യക്കുട്ടി തിന്നിരിക്കും. സ്വാഭാവികമായും അതിനെ നിയന്ത്രിക്കാൻ, കൈപിടിക്കാൻ ഒരാൾ വേണം. മനുഷ്യന് മാത്രം, മനുഷ്യന്റെ ലോകത്ത് മാത്രം നിയമങ്ങൾ വേണം. ഇസ്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൗതികതയെ വളരെയേറെ മനോഹരമായി സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ സമ്പത്തിനെയും ജോലിയെയും വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും പൂർണ്ണമായി അംഗീകരിക്കുമ്പോൾ തന്നെയും അതിൻ്റെ എല്ലാം അടിസ്ഥാന ലക്ഷ്യം ആഖിറത്തിലുള്ള വിജയമാണെന്ന് സിദ്ധാന്തിക്കുന്നു. അതുകൊണ്ട് വിജയിച്ച മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആദ്യത്തെ 11 വചനങ്ങളിൽ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, യഥാർത്ഥ വിശ്വാസികൾ വിജയിച്ചു. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരവരുടെ നിസ്കാരത്തിൽ നല്ല ഭക്തി പ്രകടിപ്പിക്കുന്നവരാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, മനുഷ്യനെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുന്ന കളി തമാശകളിൽ നിന്ന് അവർ മാറി നിൽക്കും. വിശ്വാസിയുടെ ലക്ഷണമാണ്. അല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, കളി തമാശകളിൽ നിന്ന് അവർ മാറി നിൽക്കും. യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുന്ന ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് അവർ മാറി നിൽക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, വിദ്യാഭ്യാസം പ്രധാനമല്ലേ? സൂംബ ഡാൻസും കഴിഞ്ഞ് വേർതിരുന്ന് അസ്വസ്ഥതയോടുകൂടെ പഠനം നടത്തുന്ന വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ഏകാഗ്രതയായിരിക്കുമോ, അതോ കുളിച്ച് ഫ്രഷായി ഭക്ഷണവും കഴിച്ച് വീട്ടിൽ നിന്ന് വന്ന് ക്ലാസ്സിൽ കയറുന്ന വിദ്യാർത്ഥിക്ക് കിട്ടുക എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? അനാവശ്യമായ കളി തമാശകൾ, മനുഷ്യനെ ധാർമ്മികമായി തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ പോലെയുള്ള വിവിധങ്ങളായ വിനോദോപാധികൾ, വിശ്വാസി അതിൽ നിന്ന് മാറി നിൽക്കും. അത് വിശ്വാസിയുടെ കാര്യമാണ്. അങ്ങനത്തെ വിശ്വാസി വിജയിച്ചുവെന്നും അവരുടെ പൂർവ്വപിതാവാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തറവാട് വീടാകുന്ന സ്വർഗത്തിൽ അനന്തരാവകാശികളായി പ്രവേശിക്കുമെന്നും ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ പുതിയ ലിബറൽ കാലത്ത് എങ്ങനെ ഇപ്പൊ അതൊക്കെ പറയാം? 6-ാം നൂറ്റാണ്ടിലേക്ക് പോവാണോ? 6-ാം നൂറ്റാണ്ട് നടപ്പിലാവണം. 6-ാം നൂറ്റാണ്ടിന് എന്താ കുഴപ്പം? 6-ാം നൂറ്റാണ്ടിന് എന്താണ് കുഴപ്പം? 6-ാം നൂറ്റാണ്ടിന്റെ ഈ ഒരു വിമർശിക്കപ്പെടുന്ന മഹാവിപ്ലവം സാധിക്കുന്നതിന്റെ മുമ്പ് ലോകത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് ചരിത്രം വായിക്കാൻ പറ്റുമല്ലോ. 6-ാം നൂറ്റാണ്ട് ഈ പറയുന്ന വിധത്തിലായതുകൊണ്ടാണ് ലോകം ധാർമ്മികതയിലേക്ക് വന്നത്. ഞാനതൊന്നും ആഴത്തിൽ വിശദീകരിക്കല്ല. അപ്പൊ മതം തീർച്ചയായും മനുഷ്യനെ നിയന്ത്രിക്കുന്നു, ചില അതിരുകൾ വയ്ക്കുന്നു. എന്തുകൊണ്ട്? എല്ലാവരും വിശുദ്ധരായി ജീവിക്കണം. ഇപ്പൊ ലിബറൽ കാലത്ത് ഡ്രസ് കോഡിലൊക്കെ പല മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു മതവിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു മതത്തെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യന് അവൻ ഇഷ്ടപ്പെടുന്ന ഡ്രസ് കോഡ് തീരുമാനിക്കാൻ പാടില്ലേ? അപ്പോഴേക്ക് കവിത എഴുതലാണോ? അപ്പോഴേക്ക് കറുത്ത ചാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീ ശ്രമിക്കണമെന്ന് അവളെ ഉപദേശിക്കലാണോ? അർദ്ധനഗ്നകളും പൂർണ്ണനഗ്നകളുമാണ് ഇന്നത്തെ മോഡലുകൾ. അതന്നെ ചെയ്യണമെന്ന് പലർക്കും താല്പര്യം ഉണ്ടാകും. പക്ഷെ അത് പാടില്ലെന്ന് ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റില്ലെന്ന്. ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം തുള്ളിക്കളിപ്പിച്ച് ഡാൻസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല, എൻ്റെ മകനും തയ്യാറില്ലെന്ന് ഒരാൾ പറയുമ്പോഴേക്ക് ആകെ താലിബാനിസമാക്കിയിട്ട് അത് വ്യാഖ്യാനിക്കുന്നത് ദോഷം ചെയ്യുമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ബന്ധപ്പെട്ടവരെ ഓർമ്മിപ്പിക്കുകയാണ്. നന്മകളെ നമ്മൾ പിന്തുണയ്ക്കണം. അത് നന്മയാണെന്ന് ബോധ്യപ്പെടുകയും വേണം. ചർച്ചകൾ ഉണ്ടാവണം, നല്ല പഠനങ്ങൾ നടക്കണം. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ ഡാൻസ്, നൃത്യ കലാരൂപങ്ങൾ, ഇതിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾ കൂടുതലായി മയക്കുമരുന്നിലേക്ക് അഡിക്റ്റുകളായി തീരും, ആകർഷിക്കപ്പെടും എന്നതാണ് ഔദ്യോഗിക സ്റ്റഡികൾ. ഏതെങ്കിലും സൂപ്പർ ഡാൻസ് കളിച്ച കുട്ടി അങ്ങോട്ട് പോയിട്ട് കള്ളുടിക്കുന്നൊന്നുമല്ല. ഒരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കണ്ടേ? ഈ ലഹരി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ ലാഭം കിട്ടാത്ത സ്വകാര്യമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന MDMA-യും കഞ്ചാവും മാത്രമാണോ ലഹരി? കള്ളുടിച്ചാൽ ലഹരി വരൂലേ? കള്ളുകുടിച്ചാൽ ലഹരി വരൂലേ? ഗ്രാമങ്ങളിൽ കള്ളുഷാപ്പ് തുറക്കുന്നില്ലേ? പുതിയ ബാറുകൾക്ക്, സംവിധാനങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നില്ലേ? കേരളക്കാരൻ്റെ കുടി മുട്ടരുത് എന്ന വലിയ ഉത്തരവാദിത്വ ബോധം കൊണ്ട് വിദേശ മദ്യം നിർമ്മിക്കാൻ പാലക്കാട് വലിയ ഫാക്ടറി വരുന്നില്ലേ?
നമ്മൾ സൂംബ ഡാൻസ് കളിപ്പിക്കുക, കള്ളു ഇഷ്ടം പോലെ വിതരണം ചെയ്യുക. സൂംബ ഡാൻസ് കളിക്കണം, അതോടുകൂടെ മദ്യത്തിനോടുള്ള എല്ലാ സംഗതിയും ശരിയാവും എന്ന് പറയാം. എന്നിട്ടോ പിടിച്ചോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഉടനീളം ഷോപ്പുകൾ തയ്യാറാക്കുക. എങ്ങനെയാണ് വിദ്യാർത്ഥികളിലേക്ക് ഇത് എത്തുന്നത്? വ്യാപകമായി എങ്ങനെയാണ് അവരിത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? വെറും മൂക്കുപ്പൊടി വലിക്കലൊന്നുമല്ല. ഫംഗ്ഷനുകളിൽ മൊത്തം ഉപയോഗിക്കുന്നത് മൂക്കുപ്പൊടിയല്ല, കള്ളാണ്, ഈ ലിക്വിഡായിട്ടുള്ള ഈ ലഹരി വസ്തുക്കളാണ്. ആഘോഷങ്ങളിൽ മൊത്തം അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലബ്ബുകളിൽ മൊത്തം അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊന്നും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ എല്ലാവരും കൂടിയിട്ടൊന്ന് തുള്ളിച്ചാടി ഡാൻസ് കളിച്ച് സ്കൂള് തുടങ്ങണം എന്ന് പറയുന്നതോടുകൂടെ കേരളം വിശുദ്ധമാകുമെന്ന് തെറ്റിദ്ധരിക്കുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ഓർമ്മപ്പെടുത്താതെ വയ്യ. അതുകൊണ്ട് പക്വമായ രീതിയിൽ കാര്യങ്ങളെ നമ്മൾ കാണണമെന്നും ഇടപെടണമെന്നും മതസൗഹാർദ്ദത്തിനും നമ്മൾ ഇതുവരെയും കാത്തു സൂക്ഷിച്ച രാജ്യ പുരോഗതിക്കും തടസ്സമാകുന്ന ഒരു പ്രവൃത്തിയും ആരിൽ നിന്നും ഉണ്ടാവരുതെന്നും മുസ്ലിങ്ങൾ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധാലുക്കളാകണമെന്നും ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മുടെ ഈ ശ്രമം കബൂലാക്കുമാറാവട്ടെ. ധാരാളം ആളുകൾ ഈ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും സമ്പൂർണ്ണ വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.